السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين. സ്നേഹ ബഹുമാനം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, പരിശുദ്ധ ഖുർആനിലെ സൂറത്തുർ റൂം 22 ആയത്തുകളാണ് നാം ഇതുവരെ വിശദീകരിച്ചത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമിൻ ആയാതിഹി മനാമുക്കും ബില്ലൈലി വന്നഹാരി വബ്തിഗാഉക്കും മിൻ ഫദ്ലിഹി. വമിൻ അവിടെ മണിക്കാൻ പാടില്ലാത്ത ഇൽഹാറിന്റെ സ്ഥലമാണ്. വബ്തിഗാഉക്കും എന്നിടത്ത് മുത്തസലായ മദ് നീട്ടിയോതേണ്ടുന്ന സ്ഥലമാണ്. മിൻ ഫദ്ലിഹി ഇഖ്ഫാ ചെയ്ത് മണിച്ചോതേണ്ടുന്ന സ്ഥലമാണ്. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യസ്മഊൻ. ഖൗമിയ തൻവീന് ശേഷം യാ വരുമ്പോൾ ഇദ്ഗാമുൻ ബിഗുന്ന ശദ്ദ് ചെയ്ത് മണിച്ചോതേണ്ടുന്ന സ്ഥലമാണ്. വമിൻ ആയാതിഹി യുരീകുമുൽ ബർഖ ഖൗഫൻ വതമഅ. ഖൗഫൻ വ തൻവീനിന് ശേഷം വാവ് വരുമ്പോൾ ബിഗുന്നയാണ്, മണിച്ചോദനം. തമഅൻ വ അവിടെയും ബിഗുന്നയാണ്, ശദ്ദ് ചെയ്ത് മണിച്ചോദനം. വയുനസ്സിലു മിനസ് സമാഇ മാഅൻ ഫയുഹ്യീ ബിഹിൽ അർദ ബഅദ മൗതിഹാ. രണ്ട് സ്ഥലത്ത് സമാഇ മാഅൻ മദ് മുത്തസിലാണ്, നീട്ടിയോദനം. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യഅഖിലൂൻ. ആയാത്തില്ലി അവിടെ മണിക്കരുത്, ബിലാഗുന്നയാണ്. ഖൗമിയ തൻവീന് ശേഷം യാവ് വരുമ്പോ ശദ്ദ് ചെയ്ത് മണിച്ചോതേണ്ടുന്ന സ്ഥലമാണ്. വമിൻ ആയാതിഹി അൻ തഖൂമസ് സമാഉ വൽ അർദു ബിഅംദിഹി. ആത അവിടെ ഇഖ്ഫാ ചെയ്ത് മണിച്ചോതേണ്ടുന്ന സ്ഥലമാണ്. തഖൂമസ് സമാഉ എന്നിടത്ത് മുത്തസിലായ മദ് നീട്ടിയോതണം. ثم إذا دعاكم دعوة من الأرض إذا أنتم تخرجون. دعوة مي തൻവീന് ശേഷം മീം വരുമ്പോൾ ശദ്ദ് ചെയ്ത് മണിച്ചോതുക. ആത്തും എന്നിടത്ത് ഇഖ്ഫാ ചെയ്ത് മണിച്ചോതുക. വലഹു മൻ ഫിസ് സമാവാതി വൽ അർള്. മാഫി തൻവീന് ശേഷം ഫാ വരുമ്പോ ഇഖ്ഫാ ചെയ്ത് മണിച്ചോതുക. കുല്ലുൻ ലഹു ഖാനിതൂൻ വഹുവല്ലദീ യബ്ദഉൽ ഖൽഖ സുമ്മ യുഈദുഹു വഹുവ അഹ്വനു അലൈഹി വലഹുൽ മസലുൽ അഅ്ലാ ഫിസ് സമാവാതി വൽ അർദ് വഹുവൽ അസീസുൽ ഹകീം. കഴിഞ്ഞ ആയത്തുകളിൽ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ, ആയാത്തുകൾ, ഈ പ്രപഞ്ചത്തിലുള്ള ഓരോ പൂവും പൂമ്പൊടിയും പൂമ്പാറ്റയും സൂര്യനും ചന്ദ്രനും നക്ഷത്രഗോളാദികളുമെല്ലാം അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളാണ്. എന്നാൽ ചിലതൊക്കെ അള്ളാഹു ഇവിടെ എടുത്തു പറയുന്നു. നിങ്ങളെ ഇണകളാക്കി സൃഷ്ടിച്ചത്, ആകാശഭൂമികളെ അതിന്റെ നിങ്ങളുടെ ഭാഷ വ്യത്യസ്തമാക്കിയത്, നിറങ്ങൾ വ്യത്യസ്തമാക്കിയത് എന്നൊക്കെ പറഞ്ഞു. ഇതിൽ അള്ളാഹു പറയുന്നു വമിൻ ആയാതിഹി അവന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് ഏകനായ അള്ളാഹു ഉണ്ട് എന്നതിന്റെ തെളിവ്, അള്ളാഹുവിന്റെ സൃഷ്ടിപ്പാണെല്ലാം എന്നതിന്റെ തെളിവ്, തൗഹീദിന്റെ തെളിവ്, പരലോകത്തിന്റെ തെളിവ്, ഇസ്ലാം സത്യമാണ് എന്നതിന്റെ തെളിവ്. അങ്ങനെ എല്ലാറ്റിനുമുള്ള ആയത്തായിട്ട് അള്ളാഹു കാണിക്കുകയാണ് ഓരോന്നും. എന്ത്? മനാമുക്കും. മനാം നാമയനാമു എന്ന് പറഞ്ഞ ഉറങ്ങാൻ, നൗം ഉറക്കാൻ, നിങ്ങളുടെ ഉറക്കിന്റെ അവസ്ഥ. മനാമുക്കും നിങ്ങളുടെ ഉറക്കം.
എങ്ങനെ? ബിൽ ലൈലി വന്നഹാരി, രാവും പകലൊക്കെ ഉറങ്ങുന്ന ആളുകളുണ്ടല്ലോ. അപ്പോ രാത്രിയും പകലും നിങ്ങൾ ഉറങ്ങുന്നത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. നിങ്ങൾ ഉറക്കത്തെപ്പറ്റി ആലോചിച്ചിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഉറക്കം വല്ലാത്തൊരനുഗ്രഹമാണ്. നമ്മൾ ഉറങ്ങിത്തീരുമ്പോഴാണ് ക്ഷീണിച്ചവശനായി കിടക്കുന്ന ഒരാൾ ഒന്നുറങ്ങി എണീച്ചാൽ ആ ക്ഷീണം പോകുന്നു, അല്ലേ? നമ്മൾ വേണമെന്ന് വിചാരിച്ചാലും വേണ്ടാന്ന് വിചാരിച്ചാലൊക്കെ ഉറക്കമെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമായി അള്ളാഹു സംവിധാനിച്ചൊരു സംവിധാനാണ്. മനുഷ്യന് ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ ഉറക്കം വേണം. ഉറക്കമില്ലെങ്കിൽ മനുഷ്യൻ എന്ത് സംഭവിക്കുന്നു? ചില തടവുകാരെ വെച്ച് പരീക്ഷിച്ച ഒരു ചരിത്രമുണ്ട്. ഉറക്കമില്ലായ്മ മനുഷ്യനെ ഭ്രാന്തനാക്കും. മനുഷ്യന്റെ തലച്ചോറിനെ ബാധിക്കും. അവന്റെ മാനസികാവസ്ഥ തെറ്റും. അവർ പരസ്പരം തിരിച്ചറിയാത്ത രൂപത്തിൽ അവന്റെ ആരോഗ്യത്തെ ബാധിക്കും. അങ്ങനെ ഒരാഴ്ച തീരെ ഉറക്കില്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം അവൻ മറവിയിലേക്ക് പോകും. പല പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പോ ഉറങ്ങുക എന്ന ഒരു സംവിധാനം വല്ലാത്തൊരനുഗ്രഹമാണ്. ഒന്ന് ഉറങ്ങിത്തീരുമ്പോഴേക്ക് നമ്മളൊന്ന് ഉഷാറാകുകയാണ്. അള്ളാഹു ഈ സംവിധാനം ചെയ്തിട്ടില്ലെങ്കിൽ ആലോചിച്ചു, ഇതൊക്കെ നമ്മൾ വേണമെന്ന് ഉണ്ടാക്കി വെച്ചൊരു സംവിധാനമൊന്നുമല്ലല്ലോ, ഇത് അള്ളാന്റെ സംവിധാനമാണ്. ആലോചിച്ചാൽ അൽഹംദുലില്ലാ എന്ന് പറയാൻ കഴിയാത്ത ഒരു മനുഷ്യന് എത്ര വലിയ നഷ്ടാണ്. അപ്പൊ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിനെ സ്തുതിക്കാൻ കഴിയുന്ന അവന്റെ ആയത്തുകൾ പറയുമ്പോൾ ഒന്ന് ആലോചിച്ചാൽ മതി. നമ്മുടെ ഉറക്കം എത്ര വലിയ അനുഗ്രഹമാണ്. ഉറങ്ങാൻ കഴിയാത്ത ആളുകൾ എത്രയോ നമുക്കിടയിലുണ്ട്. അവർ ഉറക്ക ഗുളികകളെ ആശ്രയിക്കുന്നവരുണ്ട്. കാരണം ഉറക്കം അനിവാര്യമാണ്. ഉറങ്ങിയില്ലെങ്കിൽ മനുഷ്യന് എന്തിനാ പറ്റുക? അങ്ങനെ പെട്ടെന്ന് ഉറങ്ങിപ്പോകുന്ന ആളുകളുണ്ട്. എല്ലാം അള്ളാഹുവിന്റെ സംവിധാനങ്ങളുടെ ഭാഗമായി നമ്മൾ മനസ്സിലാക്കുമ്പോൾ വല്ലാത്തൊരു അനുഗ്രഹമാണ്. ഇനി വബ്തിഗാഉകും മിൻ ഫദ്ലിഹി, ഇബ്തിഗാ എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിക്കുക, ആഗ്രഹിക്കുക, തേടുക എന്നൊക്കെയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നത്, തേടുന്നത് മിൻ ഫദ്ലിഹി, അവന്റെ ഔദാര്യത്തിൽ നിന്ന് അല്ലെങ്കിൽ അനുഗ്രഹത്തിൽ നിന്ന്. എന്താ ഇതിന്റെ അർത്ഥം? ഭൂമിയിൽ മനുഷ്യന് ലഭിക്കുന്ന എല്ലാ സമ്പത്തും അള്ളാഹുവിന്റെ ഫദ്ലാണ്. നമുക്ക് ഉപജീവനം തേടിപ്പോകുന്ന വിഷയത്തെ പറ്റിയാണ് ഖുർആൻ ഇങ്ങനെ ഒരു പദപ്രയോഗത്തിലൂടെ പരിചയപ്പെടുത്തുന്നത്. അതും വല്ലാത്ത ഒരു പദപ്രയോഗമാണ്. ഖുർആനിന്റെ ദൈവികതയെ വിളിച്ചോതുന്ന പദപ്രയോഗമാണ്. കാരണം എന്താ അറിയോ? എത്രയോ ആളുകൾ കഠിനാധ്വാനം ചെയ്യുന്നു, അവരുടെ സകല ബുദ്ധി ഉപയോഗിക്കുന്നു, വലിയ ബുദ്ധിമാന്മാരാണ്, വലിയ പരിശ്രമശാലികളാണ്. പക്ഷെ അവർക്കൊന്നും വിചാരിച്ച ലാഭമോ നേട്ടമോ സമ്പത്തോ ഒന്നും കിട്ടാതെ, അത്രയൊന്നും ബുദ്ധിയില്ലാത്ത, അത്രയൊന്നും പരിശ്രമമില്ലാത്ത ചില ആളുകൾക്ക് വല്ലാതെ കിട്ടുകയും ചെയ്യുന്നു. അപ്പൊ പടച്ചോന്റെ ഫളല് ചിലർക്ക് അല്ലാഹ് കൊടുക്കും. അത് അള്ളാന്റെ അനുഗ്രഹമാണ്. ചിലർക്ക് കൊടുക്കും, ചിലർക്ക് കൊടുക്കൂല, ചിലർക്ക് കിട്ടും, ചിലർക്ക് കിട്ടൂല. അപ്പോ സൂറത്തുൽ ജുമുഅയിൽ കാണാലോ, ഫൈദാ ഖളൈതുമുസ്സലാത ഫന്തശിറൂ ഫിൽ അർളി വബ്തഗൂ മിൻ ഫളലി, അള്ളാഹുവിന്റെ ഫളല് നിങ്ങൾ ആഗ്രഹിക്കുക, തേടുക എന്ന്. അപ്പോ ഉപജീവനത്തിന് വേണ്ടി, ആഹാര ആദികൾക്ക് വേണ്ടി അന്വേഷിച്ചു പോകുന്ന, ജോലി ചെയ്യുന്ന അവസ്ഥയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ ഒരു പദപ്രയോഗം അള്ളാഹുവിന്റെ ഔദാര്യമാണ്. അത് ലഭിക്കുക എന്നതിലേക്ക് നമ്മൾ പരിശ്രമിക്കണം, ആഗ്രഹിക്കണം, തേടിപ്പോകണം എന്നതൊക്കെയാണ് ഇതിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത്. അത് രാവും പകലുമാകാം എന്നതുകൂടി രാവും പകലും ചേർത്തിപ്പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കണം എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ന ഫീ ദാലിക, ഇതിലൊക്കെ ലആയാത്തിൻ ലിഖൗമി യസ്മഊൻ, കേട്ട് മനസ്സിലാക്കുന്ന, കേൾക്കുന്ന ആളുകൾക്ക് വലിയ ദൃഷ്ടാന്തങ്ങളുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കി കേട്ട് മനസ്സിലാക്കുന്ന ആളുകൾക്ക് ഇതില് വലിയ ദൃഷ്ടാന്തമുണ്ട് എന്നാണ്. ഇനിയോ വമിൻ ആയാതിഹി, അവന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് യുരീകുമുൽ ബർഖ, നിങ്ങൾക്കവൻ ബർക്കിനെ കാണിച്ചു തന്നിരിക്കുന്നു. ബർക്ക് എന്താണ്? ബർക്ക് മിന്നൽ പിണരാണ്. മിന്നൽ പിണർ ബുറാക്ക് എന്ന വാഹനവുമായി ബന്ധപ്പെട്ട്, അതിന്റെ പ്രകാശവേഗതയുമായി ബന്ധപ്പെട്ട് നമ്മൾ വിശദീകരിക്കുന്ന ഒരു സംഗതിയാണ് ബർക്ക്, ബുറാക്കൊക്കെ. അത് വേറെ വിഷയം. അപ്പൊ ബർക്ക് എന്ന് പറഞ്ഞാൽ മിന്നൽ പിണർ എന്നാണ് അതിന്റെ അർത്ഥം. മിന്നലുകൾ. അപ്പൊ നിങ്ങൾക്ക് അല്ലാഹു മിന്നലുകളെ കാണിച്ചു തരുന്നു. ആ മിന്നലുകൾ കാണുമ്പോൾ ഖൗഫ്, ഭയമുണ്ടാകുന്നു, വത്വമഅൻ, പ്രതീക്ഷയുമുണ്ടാകുന്നു.
എങ്ങനെയാ ഇത് രണ്ടും ഉണ്ടാകാം? ഒന്ന്, മിന്നൽ പിണർ മുഖേന ഉണ്ടാകുന്ന ആപത്തുകൾ, മിന്നലേറ്റ ആളുകൾ മരിക്കുന്നു, അതുപോലെ പല പ്രശ്നങ്ങളുണ്ടാകും. വതമഅൻ, കർഷകർക്ക് വലിയ പ്രതീക്ഷയാണ് മഴ നൽകുന്നത്. ഭൂമിയിൽ അല്ലാഹുവിന്റെ മഴ വർഷിപ്പിക്കുന്ന ആ ഒരു സംവിധാനം. വയുനസ്സിലു മിനസ്സമാഇ മാഅ, വയുനസ്സിലു താഴേക്കിറക്കുന്നു, അല്ലെങ്കിൽ അവതരിപ്പിക്കുന്നു, ആകാശത്തിൽ നിന്ന് ഇറക്കുന്നു, മിനസ്സമായി ആകാശത്തിൽ നിന്ന് ഇറക്കുന്നു, മാഅൻ വെള്ളത്തെ, ഫയുഹ്യി ബിഹി അൽ അർള, എന്നിട്ട് അതുകൊണ്ട് ഭൂമിയെ അവൻ സജീവമാക്കുന്നു, ബഅദ മൗതിഹാ, അതിന്റെ നിർജീവതയ്ക്ക് ശേഷം. ഇന്ന ഫീ ദാലിക ലആയാത്തിൻ ലിഖൗമി യഅഖിലൂൻ, തീർച്ചയായിട്ടും അതിൽ അഖിലുള്ള, ബുദ്ധിയുള്ള, ചിന്തിക്കുന്ന ആളുകൾക്ക് വലിയ ദൃഷ്ടാന്തമുണ്ട്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ലക്ഷോപലക്ഷം വർഷങ്ങളായി 6 മാസം മഴ പെയ്യുന്ന കേരളം അല്ലെ, ആ മഴയൊക്കെ പെയ്ത് കിണറുകളൊക്കെ നിറഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വരൾച്ച വരികയാണ്. അങ്ങനെ എല്ലാവരും ചൂടെടുത്തും പ്രയാസപ്പെട്ടും ഒക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ അള്ളാഹു മഴ വർഷിപ്പിച്ചു തരാണ്. ആരാണിതിന്റെയൊക്കെ പിന്നിൽ? ആരാണിതിന്റെ പിന്നിൽ? പ്രിയപ്പെട്ടവരെ, മഴയെ തേടിയുള്ള നമസ്കാരത്തെ കളിയാക്കിയ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അള്ളാഹു അല്ലാത്ത മറ്റൊരാൾക്ക് ഇതിന് സാധ്യമാണോ? അള്ളാഹു അല്ലാത്ത ആരുടെയെങ്കിലും നിയന്ത്രണത്തിലാണെന്ന് പറയാൻ കഴിയുമോ? എത്ര വർഷമായി ഈ സംവിധാനം ഇങ്ങനെ പോകുന്നു? എപ്പോഴെങ്കിലും കാലം തെറ്റി പെയ്ത മഴയോ മുഖേന നമ്മൾ ദുരന്തമനുഭവിക്കുന്നുണ്ടെങ്കിൽ, കടുത്ത വേനൽ മുഖേന നമ്മൾ ചൂടിന്റെ കാഠിന്യം കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ, ഈ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഉത്തരവാദികൾ നമ്മൾ മാത്രമാണ്. കാരണം എന്താ അറിയോ? ഈ സംവിധാനങ്ങളൊക്കെ തകിടം മറിക്കുന്ന പ്രവർത്തനമാണ് മനുഷ്യന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നതാണ്. അത് കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട് ആഗോള പഠനങ്ങളും ആഗോള താപനത്തിന്റെ കാരണങ്ങളൊക്കെ വലിയ ചർച്ചയാണ് അന്താരാഷ്ട്ര വിഷയങ്ങളായിട്ട്. നമ്മളതിലേക്കൊന്നും എത്തുന്നില്ല എന്ന് മാത്രം. നമ്മളെ വാഹനങ്ങൾ പുറത്തുവിടുന്ന പുകയുമായി ബന്ധപ്പെട്ട്, അതേപ്രകാരം തന്നെ ഈ ചൂട് കൂടുന്നതും, പിന്നെ അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ മനുഷ്യരുടെ പ്രവർത്തനമാണ് ഇതിന് കാരണം എന്നാണ്. ഇതിനൊക്കെ ഒരു അന്താരാഷ്ട്ര നിയമങ്ങൾ കൊണ്ടുവരാനും നിയന്ത്രണങ്ങൾ കൊണ്ടുവരുവാനും പരിസ്ഥിതി പ്രവർത്തകർ വല്ലാതെ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത്, അള്ളാഹു നിശ്ചയിച്ച ഒരു സംവിധാനത്തിന് എന്തെങ്കിലുമൊക്കെ തകരാറുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് മനുഷ്യന്മാരുടെ പ്രവർത്തനമാണ്. എന്നാൽ പടച്ചോന്റെ സംവിധാനം അത് അള്ളാഹുവിന്റെ ആയത്താണ്, ദൃഷ്ടാന്തമാണ്. ആകാശത്ത് നിന്ന് മഴ വരേണ്ടതുണ്ട്, എങ്കിലേ ഭൂമിയിൽ സസ്യലതാദികൾ മുളച്ചു പൊങ്ങുള്ളൂ, ഭക്ഷിക്കുവാനുള്ള ഭക്ഷണം കിട്ടുള്ളൂ. അപ്പോ അതൊക്കെ പടച്ചോന്റെ സംവിധാനമാണ്. ഇതൊന്നും ആർക്കും നിയന്ത്രിക്കാൻ പറ്റുന്ന ഒന്നല്ല. ഇനി ഈ മഴയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഏത് കൃത്രിമ മഴ? മേഘങ്ങൾക്കിടയിലേക്ക് കൃത്രിമമായിട്ട് കെമിക്കലുകൾ വിതറി തൽക്കാലം ഇങ്ങനെ ചെറിയ ചെറിയ മഴയൊക്കെ പെയ്യിപ്പിക്കുന്ന സംവിധാനം UAE-യിലും വിദേശ നാടുകളിലൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ താൽക്കാലികമാണ്. അതൊന്നും മനുഷ്യന്റെ ആവശ്യത്തിന്റെ പൂർത്തീകരണത്തിന് മതിയാകുന്നില്ല. പടച്ചോൻ അനുഗ്രഹിച്ചു നൽകുന്ന മഴയല്ലാത്ത വേറൊന്നും അതിന് പരിഹാരാവില്ല. അത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്താണെന്നാണ്. അപ്പോ ഉണങ്ങി വരേണ്ട ഭൂമിയിലേക്ക് ആ വെള്ളം വന്ന് വീഴുമ്പോ കർഷകർക്ക് എന്ത് സന്തോഷാണ്! പടച്ചോൻ അനുഗ്രഹാണത് എന്നാണ്. കൃഷി ചെയ്യാൻ കാത്തിരിക്കുന്ന കർഷകർക്ക് അതൊരു വല്ലാത്ത പ്രതീക്ഷയാണ്. പ്രതീക്ഷ. വമിന്നായാതിഹി, അവന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് അൻ തഖൂമസ്സമാഉ വൽ അർള്, ആകാശഭൂമികളെ നിലനിർത്തിപ്പോരുന്നത് ബി അംരിഹി, അവന്റെ കൽപ്പനയാലേ. അഥവാ അവൻ ആ ആകാശഭൂമികളെ നിലനിർത്തിക്കൊണ്ടുപോകുന്നത് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ്. സുമ്മ ഇദാ ദഅഅകും, പിന്നീട് അവൻ നിങ്ങളെ വിളിച്ചാൽ, ദഅവത്തൻ ഒരു വിളി വിളിച്ചാൽ, മിനൽ അർളി ഭൂമിയിൽ നിന്നൊരു വിളി വിളിച്ചാൽ, ഇദാ അൻതും തഖ്റുജൂൻ, അതാ നിങ്ങൾ പുറത്തു വരുന്നു എന്നാണ്. എല്ലാവരും ഭൂമിയിൽ മറപട്ട് കിടക്കുകയാണെങ്കിലും ഒരു സമയത്ത് അള്ളാഹു വിളിക്കും, എല്ലാവരും പോവും. അപ്പൊ ഈ ഭൂമിയുടെ നിലനിൽപ്പും അള്ളാഹുവിന്റെ ആയത്താണ്. അങ്ങനെ നിൽക്കണല്ലോ. നമ്മൾ എത്രയോ വർഷങ്ങളായി നമ്മുടെ മുൻതലമുറയൊക്കെ ഇവിടെ ഇങ്ങനെ ജീവിച്ചു പോകുന്നുണ്ടല്ലോ. ഇതാരാണിതിന്റെ സംവിധാനം എന്നല്ല ചോദിച്ചാൽ അള്ളാഹു മാത്രമാണ്. വേറൊരു ദൈവങ്ങൾക്കും പങ്കില്ല, വേറൊരു മനുഷ്യനും പങ്കില്ല, ഒരാൾക്കും പങ്കില്ല. അതുകൊണ്ട് തന്നെ പടച്ചോനിന് രണ്ടാമത് നമ്മളെ തിരിച്ച്
അള്ളാഹു ഹാജരാക്കണമെങ്കിലോ ഭൂമിയിൽ നിന്ന് പുറത്തുകൊണ്ടിരണമെങ്കിലോ ഒരു വിളി മതി, ഒരൊറ്റ വിളി. പടച്ചോന് വലിയ പണിയൊന്നുമില്ല എന്നത് കൂടി ബോധ്യപ്പെടുത്തുകയാണ്. സുമ്മ ഇദാ ദആക്കും, നിങ്ങളെ വിളിച്ചാൽ, വിളിക്കുക എന്നാണ് ദആയതു എന്നർത്ഥം. ദഅവത്തൻ, ഒരു വിളി വിളിച്ചാൽ, മിനൽ അർളി, ഭൂമിയിൽ നിന്ന്, ഇദാ അൻതും, അപ്പോൾ നിങ്ങൾ, തഖ്റുജൂൻ, പുറത്തു വരുന്നവരാണ് എന്നാണ്. വലഹു മൻ ഫിസ് സമാവാതി വൽ അർള്, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളവരെല്ലാം അവന്റേതാണ്. കുല്ലുൻ ലഹു ഖാനിത്തൂൻ, എല്ലാവരും അവന് കീഴൊതുങ്ങുന്നവരാണ്, കീഴടങ്ങുന്നവരാണ്. പടച്ചോന്റെ മുമ്പിൽ മുഷ്ക് കാണിക്കാൻ ആർക്കും കഴിയില്ല. ഖാനിത്തൂൻ എന്ന് പറഞ്ഞാൽ കീഴൊതുങ്ങുന്നവർ എന്നാണ് അർത്ഥം. എല്ലാവരും അള്ളാന്റെ മുമ്പിൽ കീഴൊതുങ്ങും. ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ല. ആർക്കും പടച്ചവന്റെ മുന്നിൽ മുഷ്ക് കാണിക്കാൻ കഴിയില്ല. കാണിക്കാൻ ആർക്കും ശക്തി ഉണ്ടാവുകയും ഇല്ല എന്നാണ്. ഹുവല്ലദീ യബ്ദഉൽ ഖൽഖ, അവനാണ് സൃഷ്ടിയെ തുടങ്ങിയെത്തുന്നത്, ആദ്യമുണ്ടാക്കിയത്. സുമ്മ യുഈദു, പിന്നീട് അത് ആവർത്തിക്കുന്നു. വഹുവ അഹ്വനു അലൈഹി, അതാകട്ടെ അവന് വളരെ എളുപ്പമുള്ള കാര്യവുമാണ്. രണ്ടാമത് പുനർജനിപ്പിക്കുക എന്നുള്ള അള്ളാഹ്ക്ക് വലിയ പണിയൊന്നുമില്ല. ആളുകൾക്ക് അതാണല്ലോ സംശയം. ആദ്യം ഉണ്ടാക്കിയ അള്ളാഹ്ക്ക് രണ്ടാമത് ഉണ്ടാക്കാൻ എന്ത് പണിയാ? അഹ്വനു എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ളത്, നിസ്സാരമായത് എന്നൊക്കെയാണ്. വലഹുൽ മസലുൽ അഅ്ലാ ഫിസ് സമാവാതി വൽ അർള്, ആകാശങ്ങളിലും ഭൂമിയിലും അവന് അത്യുന്നതമായ ഉപമകളുണ്ട്. വഹുവൽ അസീസുൽ ഹകീം, അവൻ പ്രതാപശാലിയാണ്, അഗാധ ജ്ഞാനമുള്ളവനാണ്. അവന്റെ അള്ളാഹുവിന്റെ സിഫാത്തുകള്, അവന്റെ വിശേഷണങ്ങള്, അവനെപ്പോലെ ഗുണവിശേഷണങ്ങളുള്ളവൻ മറ്റാരുമില്ല. അവന്റെ എണ്ണത്തിൽ അവൻ ഒരുവനാണ്, മറ്റൊരുവനില്ല. ഉപമയിൽ അവൻ നിസ്തുലനാണ്. ശക്തിപ്രതാപങ്ങളിൽ തുണയില്ലാത്തവനാണ്. വിജ്ഞാനത്തിൽ ഇണയില്ലാത്തവനാണ്. അവൻ പരിപൂർണനാണ്. അവൻ പരിശുദ്ധനാണ്. അവനെപ്പോലെ അവൻ മാത്രമാണ്. അള്ളാഹുവിനെ പോലെ അള്ളാഹ് മാത്രമാണ് പ്രിയപ്പെട്ടവരെ. അപ്പോ വഹുവൽ അസീസ് അൽ ഹക്കീം, അവൻ അഗാധ ജ്ഞാനമുള്ളവനാണ്, അവൻ പ്രതാപശാലിയാണ് എന്നാണ്. സൃഷ്ടിപ്പ് ആദ്യം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അള്ളാഹ്ക്ക് രണ്ടാമത് ആവർത്തിക്കാൻ വലിയ പണിയൊന്നുമില്ല. ആളുകൾക്ക് ഇപ്പൊ കാര്യമായിട്ടുള്ള സംശയം പരലോകത്തെ രണ്ടാമത് പിന്നെ ഇങ്ങനെ പുനർജനിപ്പിക്കുന്ന സംഗതിയൊക്കെ ഉണ്ടാവുമെന്നാണ്. അതൊക്കെ അള്ളാഹ്ക്ക് എളുപ്പമാണ്. അതിലൊന്നും യാതൊരു സംശയം വേണ്ട. ഇല്ലായ്മയിൽ നിന്ന് മനുഷ്യനെ അവൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ രണ്ടാമത് പുനർജനിപ്പിക്കാൻ അള്ളാഹുവിന് യാതൊരു പ്രയാസമില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോ അഹ്വൻ, അത് അള്ളാഹുവിന് നിസ്സാരമാണ്. ആദ്യം ഉണ്ടാക്കുക എന്നുള്ളതാണല്ലോ. അപ്പോ ഈ കോമഡി പാട്ടുകൾ കേൾക്കുന്നവരോ എങ്ങനെ ഈ കോമഡി ഉണ്ടാക്കിയാൽ, പക്ഷെ ആദ്യം ഉണ്ടാക്കിയതോ ഒരു പാട്ടുണ്ടാക്കുക എന്നുള്ളത് വലിയ പാടാണ്. അതിന്റെ ട്യൂണും അതിന്റെ രീതിയും അതിന്റെ എന്താ പറയാ പിന്നെ സംഗീതം പഠിച്ചവർക്കൊക്കെ അറിയാം. അതില് കുറെ വിഷയമുണ്ട്. അപ്പൊ അതിന്റെ പാരഡി ഉണ്ടാക്കുമ്പോ പിന്നെ ചിലർ അത്ഭുതപ്പെടുന്ന കാണാം. അതുകൊണ്ട് തന്നെ അള്ളാഹു എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് ഭൂമിയിൽ മനുഷ്യന്റെ സൃഷ്ടിപ്പ് ആരംഭിച്ചവനാണ്. മനുഷ്യന്റേത് മാത്രമല്ല, ഈ പ്രപഞ്ചത്തിൻ്റെത്, സകല ജീവജാലങ്ങളുടേത് എല്ലാം അവനാണ്. ഇനി അത് രണ്ടാമത് വീണ്ടും പുനർജനിപ്പിക്കുക എന്നുള്ളത് അള്ളാഹ്ക്ക് നിസ്സാരാണ്. അതൊന്നും വലിയ വിഷയമല്ല എന്ന് അഹ്വൻ എന്ന പദപ്രയോഗം കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം എന്നാണ്. എന്താണ് വലഹുൽ മസലുൽ അഅ്ലാ എന്ന് പറഞ്ഞാൽ? ഐ അൽ വസ്ഫുൽ അഅ്ലാ എന്നാണ്, ഉന്നതമായ ഗുണവിശേഷണങ്ങൾ എന്നാണ്. അള്ളാഹിനെ പോലെ ഉണ്ട്. ലൈസ കമിസ്ലിഹി ഷൈഉൻ എന്ന് ഖുർആൻ പറയുന്നുണ്ടല്ലോ. അള്ളാഹിനെ പോലെ വേറൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഉപമകൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ പോലെ മറ്റൊന്നുണ്ട് എന്നല്ല, അവന്റെ വസ്ഫുകൾ, ഉന്നതമായ വസ്ഫുകളുണ്ട് എന്നാണ്. അള്ളാഹുവിന് ഉപമകൾ ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം ഫഹുവൽ കാമിൽ ഫീ ദാത്തിഹി വഅസ്മാഇഹി വസിഫാത്തിഹി വഅഫ്ആലിഹി, അവന്റെ പ്രവർത്തനങ്ങളിലും ഗുണവിശേഷണങ്ങളിലും നാമങ്ങളിലും എല്ലാം അവന്റെ ദാത്തിലുമെല്ലാം അവൻ ഏകനാണ്. അവനെപ്പോലെ വേറൊന്നുണ്ടാവില്ല. എന്നാൽ ഉന്നതമായ ഗുണവിശേഷണങ്ങൾ ഉണ്ട് എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിനെ ആഴത്തിൽ മനസ്സിലാക്കുവാനും
അതിന്റെ അനുയായികളായി തീരുവാനും പരലോകത്ത് അതിന്റെ ശുപാർശ ലഭിക്കുവാനും അല്ലാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.